തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രളയമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അയക്കാൻ പ്രത്യേക കളക്ഷൻ സെന്റർ തുടങ്ങിയിരിക്കുകയാണ്. ദുരിതത്തിൽപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും അങ്ങനെ കേരളം ദുരിതത്തിൽപ്പെട്ട സന്ദർഭത്തിൽ മേയർ 8 ദിവസത്തെ അമേരിക്ക യാത്രയ്ക്ക് പോയെങ്കിലും അതിന്റെ ചുമതല ഡെപ്യൂട്ടി മേയർക്കാണ്. കേരളം ദുരന്തത്തിൽ കിടക്കുമ്പോൾ അമേരിക്കയിൽ ഉല്ലസിക്കുന്ന കാര്യം സംഘികൾക്ക് വലിയ സന്തോഷവും ഉല്ലാസവും കൊടുക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കളക്ഷൻ സെന്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് പ്രകാരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയോടും ഒപ്പം BJP നേതൃത്വത്തോടും ചോദിക്കാനുണ്ട്. നമസ്കാരം, ഞാൻ ആശാനാഥ് ജി, തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറാണ്. നമ്മളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്ന ഈ രാത്രിയിൽ ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ആലപ്പുഴയും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ നമ്മുടെ സഹോദരങ്ങൾ അതിതീവ്രമായ മഴയെ തുടർന്ന് ഉണ്ടായ ദുരിതത്തിൽ സ്വന്തമായിട്ട് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട്, സ്വന്തമായിട്ട് നല്ല വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട് ദുരവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങണം. ഇവിടെ തിരുവനന്തപുരം നഗരസഭ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പേര് ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അവരെയൊക്കെ തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഒരു കളക്ഷൻ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, നമ്മുടെ തലസ്ഥാന നഗരിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ കിടക്കുന്ന നമ്മുടെയൊക്കെ തന്നെ സഹോദരന്മാരെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങുക. നമ്മുടെ തിരുവനന്തപുരം നഗരസഭ നാളെ ഒരു കളക്ഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും വേണമെന്ന് ഇതിലൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന് എന്തിനാണ് BJP നേതൃത്വം ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് കളക്ഷൻ എടുക്കുന്നു എന്ന വിനീതമായ ഒരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അങ്ങനെ ചോദിക്കാൻ കാരണം, ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി BJP ഒരുമ്പെടുമ്പോൾ അതിലേക്ക് സഹായം കൊടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല. പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJP നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം അനുസരിച്ച് കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം കൊടുത്തത് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അടിച്ചുകൊണ്ടുപോയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഒപ്പം തന്നെ അതിന്റെ പേരിൽ പലർക്കെതിരെയും നടപടി തുടരുന്നതും. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചോദിക്കാം, കണ്ടവന്റെ പണമാണ് BJP നേതാക്കന്മാരുടെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിപ്പെട്ടത്. കാര്യം ഈ നാട്ടിലെ മനുഷ്യർ നികുതി കൊടുത്ത പണം കോർപ്പറേറ്റുകൾക്ക് അവനെ കൊള്ളയടിക്കാൻ അവസരം കൊടുത്തതിന് ശേഷം അതിന്റെ ഒരു വിഹിതം പിരിച്ചെടുത്ത് കേന്ദ്രന്മാർക്ക് കൊടുക്കുന്നു. കേന്ദ്രന്മാർ ആ പണം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അട്ടിമറികൾക്ക് സംസ്ഥാനങ്ങളിലെ BJP നേതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം 1000 കോടി രൂപയാണ് BJP കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് ചെലവിനായി നൽകിയത്. അതിനാണിപ്പോ 600 കോടിയിലേറെ പണം നേതാക്കന്മാർ കട്ടുകൊണ്ട് പോയി എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നത്. നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല, സംസ്ഥാന നേതൃത്വം തുടങ്ങി പല ജില്ലാ നേതൃത്വങ്ങളും ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം കൂടി വെട്ടിക്കൊണ്ടുപോയ കോടികളെ കുറിച്ച് കണക്കാക്കുമ്പോൾ ഈ BJP നേതാക്കന്മാർ അനർഹമായി കിട്ടിയ ആ പണത്തിൽ നിന്ന് ഒരു വിഹിതം ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ ഇറക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ അനാപത്തായിട്ട് ഒപ്പിച്ചെടുത്ത പണം, ആ പണം നിങ്ങൾ കയ്യിൽ വെച്ച് കഴിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനോ അതൊരിക്കലും നല്ലത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യർ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് ആ പണത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ ഇറക്കിക്കൊടുത്താൽ കളക്ഷൻ ക്യാമ്പിലേക്ക് 10-25 ലോഡ് സാധനങ്ങൾ ഇതിനോടകം തന്നെ BJP നേതാക്കന്മാർക്ക് തന്നെ വാങ്ങിക്കൊടുത്ത് നിറയ്ക്കാൻ കഴിയും. കാര്യം സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങി 100 കണക്കിന് നേതാക്കന്മാർ ഓരോ ലോഡ് സാധനം വെച്ച് വാങ്ങിക്കൊടുക്കാനുള്ള പണം, അതായത് 1 ലക്ഷം രൂപ ഒരു നേതാവ് ഇറക്കിക്കൊടുത്താൽ തന്നെ കോടികൾ കൈയിരിക്കുന്നതിൽ നിന്ന് വലിയ കുറവൊന്നും വരാൻ പോകുന്നില്ല. അത്തരം പണം കട്ടെടുത്തു എന്ന് മാധ്യമങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയും ദേശീയ നേതൃത്വത്തിനുൾപ്പെടെ പരാതി പോവുകയും, എന്തിനേറെ പറയുന്നു, ഘടകകക്ഷിയായിട്ടുള്ള സാബു M ജേക്കബിന്റെ 2020 പാർട്ടി അവർ പോലും 100 കോടി രൂപയിൽ പരം കൊണ്ടുപോയി എന്നാണ് അഖിൽ മാരാരുടെ ആരോപണം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഓരോ ലക്ഷം ഓരോ നേതാക്കന്മാർ കൊടുക്കാൻ തയ്യാറായാൽ
എന്തോരം സാധനങ്ങൾ ആ ദുരന്തബാധിത പ്രദേശത്ത് കട്ടെടുത്ത പൈസയിൽ നിന്ന് BJP-ക്കാർക്ക് എത്തിക്കാൻ പറ്റും. ആ കട്ടെടുത്ത പൈസ കയ്യിൽ വെച്ച് കഴിച്ചാൽ തലമുറകളെ കൂടി അത് ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ച് പണമെടുത്ത് ഈ സന്ദർഭത്തിൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിച്ചാൽ അത്രയെങ്കിലും നല്ല പ്രവർത്തനം ആ അനാപത്ത് പണം വെച്ച് ഈ നാടിന് ചെയ്യാൻ കഴിഞ്ഞു എന്നെങ്കിലും ആശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് അർഹതപ്പെടാതെ കട്ടെടുത്ത് കിട്ടിയ പണം, ആ പണം നിങ്ങളുടെ കയ്യിലിരുന്ന് നിങ്ങളെ ദ്രോഹിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഈശ്വര വിശ്വാസികളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉൾപ്പെടെ സ്വർണം കട്ടെടുത്തു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ പണങ്ങളെല്ലാം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും വിനിയോഗിച്ചാൽ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒന്നും കളക്ട് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 100 ലോഡ് സാധനം സിമ്പിളായിട്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് BJP നേതാക്കന്മാർ കൈവശമുള്ള പണം ഒന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.